അപ്പോൾ ഇഡലി സെറ്റായി. പക്ഷേ ഒരു തട്ടോട് ഒഴിച്ച് വെക്കാമേ. ഞാൻ പൊന്നൂസിനെ മുണ്ടനെയും ഓരോ ഇഡലി വെച്ചാൽ കണക്കാക്കിയത്. പക്ഷേ 2 എണ്ണം കഴിപ്പിക്കണം. കാരണം ഒരു ഇഡലി എന്താവന ആ കുഞ്ഞു വയറിന് അത് മതി. എന്നാലും നോമ്പ് പിടിക്കുമ്പം അപ്പോൾ ഒരു തട്ടോട് ഒഴിക്കാം. മുത്തുമണീസ്. അപ്പോൾ ഇന്നലെ അവിടെ മോനുക്കുട്ടൻ രാവിലെ സ്കൂളിൽ പോകാൻ വിളിച്ച് എണീറ്റിട്ട് സെറ്റിൽ ഇരിക്കും. അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞ് അമ്മ നോമ്പ് പിടിക്കാൻ വിളിച്ചില്ലെന്ന്. ഇന്നലെ ഗ്യാസ് തീർന്നോണ്ടേ. ഓ ഇതിൻ്റെ മൂളലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ കുക്കറിൻ്റെ മുള വെളിയിൽ പൂച്ച കരയുന്നെന്ന്. പിന്നെന്തായാലും പൊന്നിനെ മോട്ടനെ വിളിക്കാം. പിന്നെ സ്കൂളിൽ പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്കങ്ങ് പേടിയാവുന്നു. മോനൂട്ടൻ ക്ലാസ്സിലൊന്നും ആരും നോമ്പൊന്നും ഇല്ല, കുഞ്ഞുങ്ങളായോണ്ടേ. എന്താണെന്നാവോ, ടീച്ചറിനെ വിളിച്ചൊന്ന് പറയാം. നമ്മുടെ സാമ്പാർ റെഡി. ചമ്മന്തിയും റെഡി. എണീക്ക്. ഞങ്ങൾ ചൂടായതുകൊണ്ട് എല്ലാവരും ഹാളിലാണ് പിന്നെ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്നത്. അപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. പൊന്നൂസ് മോട്ടിന് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അണ്ണൻ ഉടുപ്പിട്ടിട്ടില്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും എ സി വാങ്ങിച്ചൂടെ എന്നൊക്കെ കമൻറ്റ്. നമുക്ക് മേടിക്കാം. നമുക്ക് പിന്നെ എന്താ പറയുക, പുതിയ വീട്ടിൽ പോകുമ്പം അതെല്ലാം മേടിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം ഇതൊരു വാടക വീടല്ലേ. നമ്മൾ എന്തിനും ചിലപ്പം ഓണറിൻ്റെ പെർമിഷൻ ചോദിക്കണം. അപ്പം നമ്മൾ ഷൂ റാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ട് അത് ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് വെക്കാമെന്ന് ചോദിച്ച്. പിന്നെ അവർ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞയോ അപ്പോൾ എ സി വെക്കുമ്പോഴും നമ്മളത് ചോദിക്കണം. കാരണം പിന്നെ ഫിറ്റ് ചെയ്ത് വെക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വേണ്ട, നമുക്ക് പുതിയ വീട്ടിലോട്ട് അൽഹംദുലില്ലാ എന്തായാലും ഒരു 2 മാസത്തിനകം നമ്മൾ മാറും. അപ്പം നമുക്ക് എല്ലാം പുതിയ സാധനങ്ങൾ നമ്മുടെ പുതിയ വീട്ടിൽ വാങ്ങാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാട്ടോ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊരു കാരണം കാണും. അതുകൊണ്ടാണ് കമൻ്റൊക്കെ ഒരു ക്ലീനിങ് വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അന്നേരം പിന്നെ എന്തുവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാശുണ്ടല്ലോ, ഈശോ തുടി പൊന്നു വാ മാമനെ വാ എണീച്ച് വാ അണ്ണേ. പിള്ളേർ എണീറ്റു, പക്ഷെ അണ്ണ എണീറ്റില്ല. വാ മക്കളെ, നോമ്പ് പിടിക്കണ്ടേ? എന്നാ വാ. പല്ല് കഴിച്ച് മോൻ കഴിട്ടു. മോനൂട്ടപ്പോൾ അക്കച്ചിയുടെ കൂടെ പല്ല് കഴിച്ചിട്ട് വാ കണ്ണ. വാ മെടുക്കനായിട്ട് വാ. അക്കച്ചിയുടെ കൂടെ പോയി പല്ല് കഴിച്ച് മുഖം കഴിട്ടോ. പോ. ഇനി അണ്ണൻ വലിയ ചെറുക്കൻ എണീറ്റാട്ടെ. എന്തോ ചുമ. അത് രാവിലെ ഭയങ്കര തണുപ്പാണ്. അപ്പം നല്ല ചെയ്തോ നമ്മുടെ പൊന്നു പോകണല്ലേ. എന്തുവാ എന്തു മോനെ, ഛർദിക്കണോ? ആണോ? വെള്ളം കുടിച്ച മക്കള്, വെള്ളം കുടിച്ചടി. അത് രാവിലെ ഒരുമാതിരി തണുപ്പാണ്. മതിയോ? അതാ അമ്മക്ക് പേടി. ചുമയും പിടിച്ച് അങ്ങനെ നോമ്പ് പിടിച്ചിരിക്കും. കുടിക്കുവോ? ദാഹിച്ച വെള്ളം കുടിക്കണം കേട്ടോ. ഇതാണ് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ. പക്ഷെ അവൻ പറയുന്നത് എനിക്ക് പറ്റും, അതിനെന്തുവാ എന്നൊക്കെ അവൻ പറയുന്നത്. വെള്ളച്ചമ്മന്തി വേണോ? വേണ്ടേ? മൊത്തം കഴിക്കണേ. ചമ്മന്തി വേണം. കഴിച്ചോ. എന്ത് പറ്റി മക്കൾക്ക്? വെയ്യേ ആണോ? ഉറക്ക ക്ഷീണമാണോ മുത്തേ? അമ്മ പിച്ചി തരണോ? അമ്മ പിച്ചി തരട്ടെ?
സാധാരണ മോളുടെ എണ്ണീക്കുന്നതാണല്ലോ അമ്മയുടെ കൂടെ. ആന്ന് ഇന്നെന്താ അതാ എനിക്ക് പേടിയാവുന്നു വെയ്യാതൊക്കെ. മക്കൾ അമ്മയുടെ കൂടെ എണീറ്റായിരുന്നോ? ആന്നോടി ആന്നോ ഇവേ ഞാൻ എങ്ങോട്ട് ചൂട് മാറുമ്പോഴേ എണീക്കും, ചേർന്നേ കിടക്കും. എരിയുണ്ടോ സാമ്പാറിന്? ഞങ്ങളെ പള്ളിയുടെ അടുത്തായിരുന്നെങ്കിൽ സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ചുമ എണ്ണ പെട്ടെന്നൊരു ചുമ. വലിയ ഇട്ടേ വരും. ഭയങ്കര ഒരുങ്ങി എൻ്റെ മുടിയൊക്കെ ചെയ്യുവാൻ നിന്ന് അത്രയ്ക്ക് ഒരു വട്ടം ചെയ്താലും താടിയും ചെയ്യണം. ഇതമ്മത്തെ മക്കള് തന്നെ. Take your seat, മഹാരാജ. പല്ല് കഴിച്ചോണ്ടേ കഴിക്കാനും നോക്കില്ല. അതല്ലേ പ്രശ്നം. എന്ത് പറ്റി പിന്നെ? എനിക്കറിയത്തില്ല. ഭയങ്കര ഉത്സാഹത്തിലാണ് നോമ്പ് പിടിക്കാൻ രാത്രി ഇരുന്നത്. രാവിലെ വിളിച്ചപ്പോഴും ചാടി എണീറ്റ് വന്ന്. പിന്നെ വെയ്യേ മക്കൾ ആഹാരം കഴിച്ചിട്ടാണെന്നോ? ആഹാരം കഴിച്ചിട്ട് നല്ല ഉറങ്ങണം കേട്ടാ. രാവിലെ എണീറ്റ് സ്കൂളിൽ പോകണം. അമ്മ ഇഡലി പിന്നെ സ്കൂളിൽ തന്നോട് വയ്യാതെങ്കിൽ പിടിക്കല്ലേ കേട്ടോ. ഇവർക്കില്ല മെനഞ്ഞാന്ന് അന്ന് ആദ്യത്തെ നോമ്പിനന്ന് രാത്രി തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷം കണ്ടോ ചുമയുന്നുണ്ടോ, അതിന് ശേഷം ചുമയാ രാത്രി. അപ്പം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നേരത്തെ വെളിയിൽ വെച്ചേക്കും. എന്നിട്ട് സമയം തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടാ നോമ്പ് മുറിക്കാൻ ഇവിടെ കൊണ്ട് വെക്കുന്നത്. ഇന്നലെ ഞാൻ മോണിറ്ററിനോട് ചോദിച്ചു, മോണ്ടാ ക്ലാസ്സിൽ വേറെ ആരും ഇല്ലല്ലോ, വേറെ ആരും കൊണ്ട് ടീച്ചറുണ്ടെന്ന്, മ്യൂസിക് ടീച്ചർ പിടിക്കുന്നു. അതുകൊണ്ട് ഞാനും കുഴപ്പമില്ല. വേറെ പിന്നെ ഹിന്ദി ടീച്ചർ പിടിക്കാറുണ്ട്, ഞാനും പിടിക്കുമെന്ന്. വേറെ ഒരു പിള്ളേരും ഇല്ലാതെ മോനൂട്ട മാത്രം. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിയുമ്പോൾ മാറിയിരിക്കണം. അവന് പിടിച്ചേ പറ്റൂന്ന് ആഗ്രഹം. എന്നാൽ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, തലയിറങ്ങിയാലും വേണ്ടി ടീച്ചർ വിളിക്കൂടി എന്നെ. മോനോട്ട് തലയിറങ്ങിയോണ്ട് അമ്മയെ വിളിക്കും. അമ്മ ഇങ്ങനെ ഓടി വരും. നിസ്സാര കാര്യം എന്നാ വിചാരിക്കുന്നേ. അമ്മ സ്കൂട്ടിയിലൊന്നും വരത്തില്ല. അമ്മ അതിന് മുമ്പേ തലയിറങ്ങി വീഴും. പണ്ട് മോനൂട്ടൻ ഇതുപോലെ ടെറസിന്ന് വീണപ്പോഴേ അപ്പുറത്തെ അവര് ഓടി വന്ന് ഇങ്ങനെ പറഞ്ഞു. അവര് പറഞ്ഞപ്പോഴേ ഞാനങ്ങ് ബോധം കെട്ട് വീണ്. ഞാനവിടെ ഫ്രിഡ്ജിൽ പിടിച്ച് അവിടെ അങ്ങ് ഇരുന്ന് കണ്ണിലൊക്കെ ഇരുട്ട് കയറി. അപ്പം അവർക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്നെ അവർ മൈൻഡ് ചെയ്യാതെ ചെറുക്കനെയും കൊണ്ട് കടയിലോട്ട് ഓടി അത്താടുത്ത്. എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. എന്നിട്ട് അത്ത മഴവെള്ളമൊക്കെ എടുത്ത് മുഖത്ത് മതിയോ? വെള്ളം കുടിക്കാം. മക്കളെ ഷൂ എടുത്തിട്ട് മോനു കുട്ടാ. നോമ്പില്ലായിരുന്നെങ്കിൽ ഇപ്പൊ രാവിലെ ഫുഡ് തന്നെ. എല്ലാരും എണീറ്റ് ലേറ്റ് ആയി പോയി ഫ്രണ്ട്സ്. ടാറ്റാ. നമ്മുടെ ചക്കര ബേബികൾ ടാറ്റാ ടാറ്റാ. ശരി ടാറ്റാ. ഓക്കെ. ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് രണ്ടുപേരും നല്ല കിടന്നങ്ങ് ഉറങ്ങി. കുറച്ച് നേരം ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഉറക്കമായിരുന്നു. 2:30 ആയി കേട്ടോ. ഞാൻ അന്നത്തെ പറഞ്ഞു, അണ്ണേ കിങ്ങിണിപ്പൂച്ച കരഞ്ഞ്. അങ്ങനെയാ ഞാൻ എങ്ങനെ എണീറ്റ് സമയം നോക്കിയപ്പോഴത്തേക്കും 2:30. ഞാൻ പറഞ്ഞു അണ്ണേ വാ എണീക്കാം. പിന്നെ ദേ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു പ്രൊമോഷനാണ് കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ്. അപ്പം അതിങ്ങനെ പ്രൊമോഷൻ തന്നെ പാടെന്തുവാ, ഒരെണ്ണം ഇടണം, തലങ്ങണിയോറെ ഇടണം, വീഡിയോ എടുക്കണം, കളയണം, പിന്നെ അടുത്ത് ഇടണം. അങ്ങനെ 3 ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ. 3 അണ്ടയാണേ. അപ്പം അതിൻ്റെ പരിപാടിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുക്കിങ് കിടക്കാൻ. ഒരുപാട് പേര് രാവിലെ വീഡിയോ ഇട്ടതിന് ശേഷം വിളിച്ച് ചോദിച്ച്, പൊന്നുസ് മോണ്ടനെ ടീച്ചർ വിളിച്ചോ, സ്കൂളിൽ നിന്ന് വിളിച്ചോ എന്നൊക്കെ. എനിക്കറിയത്തില്ല, വിളിച്ചതേ ഇല്ല കേട്ടോ. ഇവിടെ ഫോൺ ബെല്ല് അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓടിപ്പോയിട്ട് ടീച്ചർ അറിയുമെന്ന്. വിളിച്ചേ ഇല്ല. ഇനി വരുമ്പോഴേ അറിയൂ എന്തുവായിരിക്കാം. ദാഹിച്ചായിരുന്നോ, വെള്ളം കുടിച്ചോ എന്നൊന്ന് വരുമ്പോൾ അറിയാം. അന്നേരം വിളിച്ചില്ല. മോനൂട്ടം മാത്രമേ ഉള്ളൂ. മോനൂട്ടനുള്ള ക്ലാസ് നോമ്പ്.
എന്തായോ ആ കുഞ്ഞൊക്കെ പിടിച്ചിരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ട് ആ സ്കൂളിൽ നിന്ന് വിളിച്ചോ, കമൻറ്റ് ബോക്സിലൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ചോ, എന്തോ ആയി എന്നൊക്കെ ചോദിച്ചു. എന്തായാലും ഇതുവരെ ഒന്നും ആയില്ല. ഇപ്പോൾ വരുമ്പോൾ ഇനി എന്തൊക്കെ വിശേഷങ്ങൾ പറയുന്ന അറിയാം. മോനുടെ മോനിച്ച് സ്കൂളിൽ അത്രയും സഹിച്ച് നോമ്പായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. അവർക്ക് അതാണ് ഇഷ്ടം ഇല്ലേ അണ്ണേ? വന്നിട്ട് ആ നോമ്പ് മുറിക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ച്, അതുകൊണ്ട് ഒത്തിരി സാധനം വെക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും കഴിയണ്ടേ പടച്ചോനെ, ഇങ്ങനെ കിട്ടാലോ അണ്ണേ? മതിയോ? എല്ലാം ഞങ്ങൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇനി ഇതെല്ലാം അടിച്ചകത്തോട്ടൊക്കെ കയറ്റി എന്ത് സമയം ഒരുപാട് പിന്നെ വലിച്ചിളക്കണം. അപ്പം ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടാ. നോമ്പായതുകൊണ്ട് ഭയങ്കര മടിയും ക്ഷീണവും ഒക്കെയാണ്. അല്ലെങ്കിൽ ജില്ലിന്ന് ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നിൽക്കത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ആയതുകൊണ്ടാ. അണ്ണനെ ഇന്ന് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്ന് ഉറക്കം ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ കുട്ടി കുട്ടി ജോലിയൊക്കെ സെറ്റാക്കി. ഇന്നലെ നമ്മൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് വന്ന ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഇതേ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് അണ്ണൻ പറഞ്ഞ് ഷവർമ ഉണ്ടാക്കാം. പക്ഷേ ഫില്ലിങ് ഇരിപ്പുണ്ട്, നമുക്ക് സമൂസ ഉണ്ടാക്കാം. സന്തോഷമായിക്കോട്ടെ പിള്ളേർക്ക്. അപ്പോൾ എൻ്റെ ഫ്രൈ ചെയ്തെടുത്തോണ്ട് എനിക്ക് കുളിച്ചില്ല, കുളിക്കണം, എന്തൊരു ജോലിയാണ്. സാധാരണ കുളിച്ചിട്ടില്ല. എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് തരാൻ വേണ്ടി ഞാൻ പിടിച്ച് നിർത്തിയ കയ്യിൽ കൊടുത്തോണ്ട് നിൽക്കുക. അതാ ഫ്രണ്ടി വരാത്തത്. പോത്തിറങ്ങുന്ന പോലെ ഞങ്ങൾ രണ്ടും ഉറങ്ങിയില്ല. കിങ്ങിണിയില്ലാതെ ഉറങ്ങിയാനേ. പൊന്നിസിനെ മോണ്ടിനെ വിളിക്കാൻ അലാറം വെച്ചിട്ടുണ്ട്. ഈ നമ്മളെല്ലാ ദിവസവും വയ്ക്കുമല്ലോ ഫോണിൽ, അതുപോലെ അലാറിനുണ്ട്. ആ സമയത്ത് എണീക്കുമായിരുന്നു. പെട്ടപ്പെട്ടാന്ന് ഉറങ്ങിയാനേ. ഇനി അണ്ണൻ പോയിട്ട് വരുമ്പോൾ ഇത് മേടിച്ചോണ്ട് വരണേ. ഇത് റോള് ചെയ്യാനുള്ള ഇത് കുഗൂസ് എന്താ ഇപ്പം വൈകിട്ട് എന്നാലും മതി. ഇതൊക്കെ ശരിയാക്കി വെച്ചാൽ മതി. വാങ്ങിച്ചാൽ മതി. ഇന്ന് കഞ്ഞി മേടിക്കണേ. നേരത്തെ ഉണ്ടാക്കി അണ്ണൻ്റെ അമ്മായിക്കും കൊണ്ടു കൊടുക്കാം സമൂസ. അവർ കാര്യം ഇപ്പം സമൂസ ഷീറ്റ് മേടിച്ചോണ്ടോ? ബേക്കറിയിലെല്ലാം ഉണ്ടേ. സമൂസ ഷീറ്റ് മേടിച്ചോണ്ട് സമൂസ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഞ്ഞി എടുക്കാൻ പോകുമ്പോൾ കൊടുക്കാം സമൂസ. ഇത് പിന്നെ റോൾ ചെയ്തെടുത്താൽ മതി, വലിയ പാടില്ലല്ലോ. ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെക്കാം. പൊന്നേ മുറിക്കൂന്നോ? മക്കള് പിടിച്ചോ? നോമ്പ് മുറിച്ചോ? എന്നെ അത് ചുമ്മാ തീരെ വെയ്യേ പൊന്നു. അയ്യോ കണ്ണും തലയും കറങ്ങുവാണോ? എന്തുവാ? അയ്യോ നീ ബാമൂ തരാം. എങ്ങനെ ഉണ്ടായിരുന്നു മോനൂട്ടാ ക്ലാസ്സില്? വയ്യായ്മ വല്ലതും തോന്നിയോ? ദാഹം വല്ലതും തോന്നിയോ? തോന്നിയല്ലയോ? അത് തോന്നത്തില്ലേ? ശരിയാ, അത് ശരി. അതല്ല, ടീച്ചർ വല്ലതും പറഞ്ഞോ നീ മാത്രം നോമ്പ് പിടിച്ചിരുന്നപ്പം? ചോദിച്ചോ എന്താ ആദ്യം ചോറ് കഴിക്കാത്തേന്ന്? ഒന്നും ചോദിച്ചില്ലേ? അവർക്കറിയാം നോമ്പാന്നോ? ഇവളെ 2ാം ക്ലാസ് പഠിപ്പിച്ച മോന്റെ ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ നോമ്പ്? മക്കൾക്ക് മാത്രല്ലേ ഉള്ളൂ? മക്കള് മാത്രം ഒറ്റയ്ക്ക് എവിടെ പോയി ഇരുന്ന്? അമ്മ അല്ല, ഇന്ന് ഒരു സ്ഥലമുണ്ട് നോമ്പ് പിടിക്കുന്നവർക്ക്. സ്കൂളിലെ ഇരിക്കാൻ ഒരു ഹാളുണ്ട്. അക്കച്ചിയുടെ കൂടെയോ? പൊന്നൂസിന്റെ കൂടാന്ന് പോയിരുന്നേ? ആണോ? അയ്യോ അപ്പൊ കറക്റ്റ് കണ്ട. അവള് പിടിക്കുക. അവള് പോയി ഇവനെ വിളിച്ചോണ്ട് വന്ന് അവരൊരു തീരുമാനം എടുത്തെന്ന്. ഇനി ശനി ഞായരെ പിടിക്കുന്നോളെന്ന്. അതാ നല്ലത്. സ്കൂളിൽ പോയി എനിക്ക് പിടിക്കാൻ ഈ ശനി ഞായറും നോമ്പ് ഇനി എന്ന് സ്കൂളിൽ പോകുമ്പോ പിടിക്കണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ശനി ഞായറും പിടിച്ചാ പോരെ. വണ്ടിക്കകത്ത് കയറിയപ്പോ ഇവര് പറഞ്ഞ അത്ത ഞാൻ പകുതി വെച്ച് മുറിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞില്ലേ? അവരല്ല പറഞ്ഞത്. അവളാ പറഞ്ഞത്, നീ പറഞ്ഞില്ല. അപ്പൊ മോനോട്ടം പറഞ്ഞു ഞാൻ മുറിക്കുന്നില്ലേ, ഞാൻ കറക്റ്റ് സമയത്ത് മുറിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാൻ പോന്ന്? ഞാൻ പറഞ്ഞു നേരം. അപ്പൊ ഞാൻ പറഞ്ഞ ശരി ദേഹമൊക്കെ ഒന്ന് കഴുകി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിനെ, അപ്പൊ ക്ഷീണമൊക്കെ മാറും. അപ്പൊ അവര് പറഞ്ഞ്
ട്യൂഷന് പോകണ്ടേ. ഞാൻ പറഞ്ഞാൽ വയ്യെങ്കിൽ ട്യൂഷന് പോകണ്ടെന്ന്. അപ്പോൾ നമുക്ക് പോയി ഇച്ചിരി നേരം കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പള്ളി കഞ്ഞിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഉഷാറാവും, നോമ്പ് വെറുതെ മുറിച്ച് കളയണ്ടെന്ന്. അപ്പോൾ സമ്മതിച്ചു. അപ്പം ഞാൻ ചോദിച്ചു നാളെ ഇനിയിപ്പോൾ അപ്പം ഞായറാഴ്ച നോമ്പ് പിടിക്കാൻ പറ്റുമോ എന്ന് മോനോട്ടം ചോദിച്ചു. ഞാൻ പറഞ്ഞു ശനി ഞായർ വീട്ടിൽ അവധിയുള്ള ദിവസം പിടിച്ചോ, ബാക്കിയുള്ള ദിവസം സ്കൂളിൽ ഈ ബാഗൊക്കെ ചുമന്ന് പോകുന്നില്ല, അതുകൊണ്ട് പിടിക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സ്കൂളിൽ ഒറ്റയ്ക്ക് ഒരു ക്ലാസ്സിലൊന്നും പിടിച്ചിരിക്കണ്ട മക്കള് കേട്ടോ, വയ്യായ്മയൊക്കെ വന്ന് കണ്ടോ ഇപ്പൊ കേരളം തളർന്ന് കുത്തി കണ്ടില്ല അങ്ങനെ കിടക്കുന്നു. ഇനി ഈ കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ മക്കൾക്ക് വയ്യായ്മ വരും. ഇനി 2 മണിക്കൂറേ ഉള്ളൂ, നമുക്ക് കൈയും കല കഴുകി മുഖം കഴുകി വിശ്രമിക്കാം. എല്ലാം റെഡി ആയി ഫ്രണ്ട്സ്. അണ്ണ ഇപ്പോഴും ഞാൻ സമൂസ അങ്ങ് പൊരിക്കാം കേട്ടോ, എന്നിട്ട് ഒരു ഷവർമയും സെറ്റാക്കണം, അണ്ണൻ്റെ അമ്മാക്കും കൊണ്ടു കൊടുക്കാം. എനിക്ക് ജ്യൂസിന്റെ ഐസ്ക്രീം അങ്ങ് കുറച്ച് ഇവര് സാധാ ഇതാ ഉണ്ടാക്കുന്നത്, ഞാൻ ഷേക്കാണ് അടിക്കുന്നത്. ഞാൻ ഷേക്ക് ഇതിന്റെ പേരെന്തായിരുന്നു? ഷമാം. സാധാ ഇത് പാലടിക്കുന്ന വെച്ചാൽ കുഞ്ഞുങ്ങൾക്കാട്ടോ, അവർക്ക് തൊണ്ട വയ്യല്ലോ, അതുകൊണ്ടേ പാലെടുത്തോ. അത് മൊത്തം എടുക്കില്ലേ, നാളത്തേക്കൂടാ. അതൊന്നുമില്ല, അതാണ്ട് പൊന്നൂസിന് സമൂസ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ വയ്ക്കണം, എന്നിട്ട് വേണ്ട ഇങ്ങനെ ആകണം. അപ്പോൾ വേണ്ട ഇവിടെ ഒരു കുഴി കിട്ടിയില്ലേ, ഈ കുഴിക്കകത്ത് നമ്മൾ വേണ്ട ഫില്ല് ചെയ്യണം. കണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കണം. പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ വേണ്ട സമൂസയായി. ഓ അങ്ങനല്ല, പൊന്നു തറയെ വീഴും. പൊന്നുന്റെ മോനൂട്ട ഒന്നും ചെയ്യല്ലേ, മോനൂട്ട അങ്ങ് ദൂരെ എവിടെയെങ്കിലും പോയിരി, അമ്മ വിളിക്കാം സമയമാകുമ്പോ. സമൂസ ഷീറ്റ് പണ്ട് പൊന്നൂസ് കഴിഞ്ഞ വട്ടം നോമ്പിനെ ഈ സമൂസ ഷീറ്റ് പൊരിച്ചു കൊടുക്കാൻ പറയും. കറണ്ട് പോയി കേട്ടോ ഫ്രണ്ട്സ്. അമ്മ ചെയ്യാം, അതാ മക്കൾ ശരിയാവത്തില്ല. കറക്റ്റ്. അപ്പൊ മോനക്കുട്ടനും അങ്ങ് മാറിക്കേ. മാറ പൊന്നു മോനെ. ഐസ്ക്രീം ഇവർക്ക് വെക്കാത്തെന്ന് വെച്ചാലേ ചുമയായതുകൊണ്ടാ വെക്കാത്തട്ടോ. അതീ തൊട്ടാലേ ചൂടെണ്ണ ഇങ്ങോട്ട് എടുത്താട്ടെ. എന്തുവാ കാര്യം? ഇച്ചിരി നേരം കൂടെ ഉള്ളു കേട്ടോ. എന്താ മക്ക സത്യം എൻ്റെ പൊന്നുമോ ഇത്രയും നേരം പിടിച്ചിരുന്നെങ്കിൽ അത് വലിയ കാര്യമാണ്. ക്ലാസ്സിൽ എല്ലാവരും ചോണ്ടപ്പം മക്കൾ പിടിച്ചിരുന്നില്ല വലിയ. ഒരു തുമ്മണി നേരം കൂടെ പിടിച്ചു തന്നാൽ മതി. ഇല്ലടി ഇപ്പൊ കിട്ടുമ്പോ നമുക്ക് അത്തമ്മ വീടി അത്തമ്മയൊക്കെ കാണാൻ പോവാം. അപ്പൊ സമയം കാറി ഇരിക്കും ക്ഷീണം മാറുമ്പോ. എന്റെ പൊന്നി ചക്കടി ബേബി ഇനി മുറിക്കല്ലേ, ഇത്രയും നേരം ഇരുന്നിട്ട് ഇനി മുറിച്ചാ പോട്ടടി പണി. ഇപ്പൊ ശരിയാവേ. ബാ ഇനി ലാസ്റ്റ് നമ്മുടെ ഷവർമയും കൂടെ ഫില്ല് ചെയ്ത് വെച്ച സെറ്റ്. മറ്റേ ഇത് കുഗൂസ് അല്ല, റൊമാനി റോളാണേ. അതല്ലേ നല്ലത്, ഇതാകുമ്പോ ഒത്തിരി സാധനം കയറുകയും ചെയ്യും. മറ്റേ ചെറിയ റൊട്ടിയല്ലേ. അത്ര മതി കേട്ടോ ഫില്ല്, കാരണം സാധനം കുറവാണ്. കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ, അത് ഇന്നലത്തെ ബാക്കി. പിന്നെ അതിനകത്ത് നമ്മള് ക്യാബേജും കുറച്ച് സവാളയും മതി. അത് കുഴപ്പമില്ല. പില്ലാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യും? എടുത്തു ഇത് ഒരെണ്ണം അമ്മയ്ക്ക് മാറ്റി. ഓ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അകത്താ തുടങ്ങിയതല്ലേ അണ്ണേ? ആണോ? അണ്ണ എന്നും രാവിലെയും വീട്ടിൽ വരുന്നോണ്ട് അറിയാം. ഞാനിങ്ങനെ വരുമ്പോൾ എല്ലാം അറിയും. അല്ലാവേ നടക്കാനും വയ്യ. നമ്മുടെ ജിപ്സം ഒക്കെ അടിച്ചതിൻ്റെ ബാലൻസ് വന്ന സാധനങ്ങളാണ് ബോർഡ് കേട്ടോ. ഇതിന് ആരെങ്കിലും അണ്ണൻ പറയുന്ന ആരോടെങ്കിലും പൈസ കൊടുത്ത് കൊണ്ടുപോയി കളയാൻ പറയണോ, കത്തിക്കാൻ പറ്റത്തില്ല. അല്ല മിഷ്യൻ നമ്മുടെ ഇതൊക്കെ അടിച്ചത്. ഇനി ഇതൊക്കെ വരുമ്പോൾ സെറ്റപ്പ് ആവും. എവിടെ അടിച്ചെണ്ണേ? ഇപ്പം നല്ല വെള്ളമായി. ഇനി അവിടെ ഒരു കോട്ടൂടെ 2 കോട്ട ജിപ്സത്തിന്. പിന്നെ അടിപൊളിയായി. ആണോ? എന്നാ വാ. അതുകൊണ്ട് ഇത് കണ്ട ഫ്രണ്ട്സ്, ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ട നമ്മുടെ കൂരയുടെ അയ്യോ എനിക്കകത്ത് മുട്ടുന്ന അതിനകത്ത് നമുക്ക് ഷോ ലൈറ്റ് ഇടണം, അപ്പോൾ രസമായിരിക്കും. പോവാം വാ. അങ്ങനെ അല്ല അവരെ അന്ന് കാണിച്ചില്ല, അതിൻ്റെ ജിപ്സത്തിൻ്റെ
പണി ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് കാണിച്ചത്. അവിടെ മണ്ണി കളിച്ചാൽ വയ്യാതാവും കേട്ടോ. ശ്വാസം മുട്ടും ചുമ വരും ഒക്കെ ആവും. പൊന്നു ഇവര് മാങ്ങ നോക്കുക. ഇങ്ങി വാ. അതുകൊണ്ട വന്നു മാങ്ങ നോക്കുക അമ്മ. മാങ്ങ നോമ്പാ. കണ്ടില്ലേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ, വാടി തളന്ന്. കറിയോ? കറി മീൻ പൊരിച്ചത് ഇരിപ്പുണ്ട്. അയ്യോ അത് കൊള്ളത്തില്ല കേട്ടാ. മീൻ പൊരിച്ചതാ? എന്താ? അല്ല ഇല്ല, ഉണക്കമീൻ്റെ ഉണക്കിരിക്കുന്നു. ഇന്നലത്തെ മീൻ കറിയാണോ? അമ്മക്ക് ഒരാൾക്ക് ഇല്ല. ഇന്നലത്തെ മീൻകറിക്കാ ടേസ്റ്റ്. അമ്മക്കാണ്ട് ഇതിനകത്ത് ഷവർമയും സമൂസയുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ കട്ടില് പണിയാൻ വേണ്ടിയിട്ട് പിന്നെ അറുത്ത് വെച്ചേക്കോട്ടെ. കട്ടില് പണിയാൻ വേണ്ടി പുതിയ വീട്ടിലേക്ക്. കഞ്ഞി വാങ്ങിച്ചു അമ്മ. അതാണ്ട ഉണ്ട് കറി ഇരിക്കുന്നു. വേണോ? ആരെ കൊണ്ട് വാങ്ങിപ്പിച്ച്? അപ്പുറത്തെ വീട്ടിലെ വേണ്ട വാങ്ങിച്ചു. ഞങ്ങൾ അമ്മായി കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അല്ലെങ്കിൽ മേളത്തെ വീട്ടിലെ ചേച്ചി കൂടെ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയൊക്കെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മേടിക്കും. ഇങ്ങോട്ട് വന്നപ്പോ തൂമ്പ്രപ്പള്ളി കൊണ്ടുവന്ന് ഇവിടുന്ന് കാറപ്പള്ളി. അന്നേരം അത് മേടിച്ച്. മേട്ടുംപുറം പള്ളി. മോനോട്ടം പറയാ, അയ്യോ അത്തമ്മ പറഞ്ഞിട്ട് ഞാൻ അറിയാതെ അങ്ങ് പിച്ചിപ്പോയെന്ന്. പറിച്ചു തരും മോനെ. ഈ മാങ്ങ പുളിയില്ലാത്ത മാങ്ങ കേട്ടോ. അങ്ങ് പിച്ചിപ്പോയി. ഇനി പിച്ചണ്ട. ബാ ഓരോന്ന് വെച്ച് കൊടുത്താ മതി. ഓരോന്ന് മതിയുമാ. അവർക്ക് കൊതിക്ക് പിന്നെ കഴിക്കാൻ. അതെ. പറിച്ചാ പോരെ. എന്തിനായി കമ്പും മടിയൊക്കെ എടുക്കുന്നല്ലേ മോനെ? അത് അത്തമ്മ വലുത് പിച്ച് തരാൻ നോക്കുവോ മക്കളെ? വിളഞ്ഞത് വിളഞ്ഞത് നോക്കി പിച്ചിക്കൊട്. അത് തന്നെ. ഒരു വിളഞ്ഞത് നോക്കി പിച്ചിട്ടാ മതി എണ്ണ. എല്ലാം കൂടെ ഒന്നും പിച്ചണ്ട. അവിടെ കിടന്ന് വിളയിട്ട്. ഇതിന് പുളിയില്ല. നമ്മൾ പിച്ചി വെക്കണം. എന്തുവാ വരാത്തെ? എന്തുവാണ്ടേ ചെറുക്കണ്ട സ്ഥലം? മതി 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 മതി. ബാ രണ്ടുപേർക്കും ഓരോന്നായി. കണ്ട് ഇതിപ്പോ ഒത്തിരി ആയല്ലോ. 2 എണ്ണം എന്ന് പറഞ്ഞിട്ട് 5 6 എണ്ണം ആയി. അച്ചാറിടാം. എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുത്തുപടി നട്ട്സ് എടുത്ത് വെച്ചു. ഇത് പൊന്നൂന് മോനോടനെ ഷെയ്ക്കിലടിച്ച് ഐസ്ക്രീം കുറച്ചെടുത്ത് വെച്ചു. അല്ലെങ്കിൽ ഇത് വെള്ളം പോലായി. കണ്ട കാണിച്ചു തരാം. കണ്ട വെള്ളം പോലായി. പിന്നെ ഷവർമ ഞങ്ങൾക്ക് 4 പേർക്കും. മാങ്ങ ഇത് ഡ്രൈ ഫ്രൂട്ട് ഇന്നാൾക്ക് കിട്ടിയില്ലേ. ഇത് എടുത്തു വെച്ചില്ലെങ്കിൽ 1 മാസം ഇങ്ങനെ ഇരിക്കും. കഴിക്കത്തില്ല കേട്ടോ. പിന്നെ ദാണ്ടേ ഇത് എൻ്റെ ഷെയ്ക്ക് ഞാൻ ഇതിലെടുത്ത് വെച്ചേക്കുക ഫ്രിഡ്ജിൽ. ഇനി ഷെയ്ക്ക് ഈ ജ്യൂസ് കുടിച്ചിട്ട് കുടിക്കാം. നമ്മുടെ പള്ളിക്കഞ്ഞി, നമ്മുടെ കാറപ്പള്ളിയിലെ കഞ്ഞി എന്ന് വാങ്ങിച്ച ബിരിയാണി കഞ്ഞി. ഇനി നമുക്ക് കൊള്ളു ഇട്ടിട്ട് വരാം. തീരെ വയ്യ. മാണ്ട് ഇവരെക്കാളും വയ്യ. നമ്മള് രാവിലെ തൊട്ട് കിടന്ന് തുണിയല്ലേ. ഇന്ന് ഈ നോമ്പ് മുറിച്ചപ്പോ നമുക്ക് ഒരു സന്തോഷമില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് ക്ഷീണമാണ് കേട്ടോ. ഞാൻ മാണ്ട് സമൂസ വേണ്ട. സമൂസ എടുത്ത് സമൂസ ഐസ്ക്രീം നല്ല മധുരമുണ്ട്. നീ ആദ്യമേ ഈന്തപ്പഴം കഴിച്ചോണ്ടാ. പിന്നെ എനിക്ക് സംസാരിക്കാൻ അവിടെ ത്രാണിയില്ല. നിനക്കറിയില്ല നമുക്ക് പിന്നെ പോയി കഴിഞ്ഞ് ഇവിടെ ജോലിയും കാര്യമൊക്കെ അല്ലേ. എനിക്ക് വയ്യ. ഇനി അണ്ണൻ പോവാ. വീഡിയോ
വീഡിയോ കോപ്പി ചെയ്തിട്ട് സമാനത്തിനൊക്കെ ഒന്ന് ഒരു പിടി പിടിക്കാം. ഞാനൊരു ശമം ഷെയ്ക്ക് എടുക്കണം. അപ്പോൾ ചേച്ചൻ നാളെ ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്തിട്ട്